കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസങ്ങളിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എഫേസ്യ ലേഖനം 3-ാം അധ്യായം നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗഹനമായ വിഷയങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 3-ാം അധ്യായം 1, 2, 3, 4, 5, 6 അധ്യായങ്ങൾ വളരെ ഗഹനമായ വിഷയങ്ങൾ തന്നെയാണ്. ഒന്നോടൊന്ന് വളരെ കടപിടിക്കത്തക്ക നിലയിലുള്ള സബ്ജക്റ്റുകൾ തന്നെയാണ്. ജെൻറ്റിലൈസ്, ജാതികൾക്കുള്ള രക്ഷ, ജാതികൾ ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിന് പങ്കാളികൾ. ഈ 3-ാം അധ്യായത്തിൻ്റെ പഠനത്തോടനുബന്ധിച്ച് ജാതികളും ആയ നമ്മൾ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം എന്താണെന്ന് നമ്മൾ ആഴമായി ഗ്രഹിക്കണം. എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഹൃദയങ്ങളിൽ അത് ആഴത്തിൽ പതിയണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഒരുക്കപ്പെട്ട നിലം പോലെ ദൈവസന്നിധിയിലെ വചനങ്ങളെ നമുക്ക് ഏറ്റെടുക്കാം. എഫേസ്യർ 3-ന്റെ 7 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ച ആ സുവിശേഷത്തിന്. അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷനായി തീർന്നു. എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷനായി തീർന്നു. അവൻ്റെ ശക്തിയുടെ വ്യാപാരം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് എൻ്റെ വചനത്തിൻ്റെ പ്രസംഗവും. ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നു. കണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് ദൈവവചനം കർത്താവിൻ്റെ ദാസനായ പൗലൂസ് പഠിപ്പിച്ചത്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ് അവരെല്ലാം അങ്ങനെയായിരുന്നു. സ്തെഫാനോസ്, ഫിലിപ്പോസ് എല്ലാം അങ്ങനെയായിരുന്നു. ഏതൊരു ദൈവദാസനും ദൈവവചനം സംസാരിക്കേണ്ടതിന് ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ടല്ല. ലോകത്തിൻ്റെ യാതൊരു ജ്ഞാനവും ഇല്ലെങ്കിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് ആത്മനടത്തിപ്പുണ്ടെങ്കിൽ, ദൈവകൃപയുടെ ആ ശ്രേഷ്ഠമേറിയ അനുഭവം ഉണ്ടെങ്കിൽ, സകല വചനത്തിലും പരിജ്ഞാനമുണ്ടെങ്കിൽ, യാതൊരു ലോകത്തിൻ്റെ അറിവോ കഴിവോ നമുക്ക് ഇല്ലെങ്കിൽ പോലും ദൈവവചനം ശക്തിയോടെ നമുക്ക് പ്രസംഗിക്കാൻ കഴിയും. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ലോകത്തിൻ്റെ എത്ര ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര ഉന്നതമായ കഴിവും പ്രാപ്തിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതുകൊണ്ടൊന്നും വലിയ പ്രയോജനവുമില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ദൈവവചനം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആ വചനത്തിൻ്റെ വ്യവസ്ഥ അതേപടി എടുത്ത് ജനത്തിന് കൊടുക്കുന്ന ശുശ്രൂഷകന്മാർ വളരെ കുറവാണ്. തൽഫലമായി വിശ്വാസികളെല്ലാം ദൈവവചനത്തിൻ്റെ പരിജ്ഞാനമില്ലാത്തവരായി, സുബോധം നഷ്ടപ്പെട്ടവരായി, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവരായി, വിജയകരമായി ക്രിസ്തു ജീവിതം നയിക്കാൻ കഴിയാതെ പരാജയപ്പെട്ട് കിടക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് എനിക്കൊരു ക്ലിപ്പിൽ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ശരിയോ തെറ്റോ, ആ ചോദ്യം തന്നെ തെറ്റാണെന്ന് എൻ്റെ അർത്ഥം. ഞാൻ എന്തിനാ അത് പറയുന്നേ? ഒരു ആവറേജ് ദൈവവചനത്തെക്കുറിച്ച് പരിജ്ഞാനവും വിവേകവും സുബോധവുമുള്ള വ്യക്തികൾക്ക് അങ്ങനെ ഒരു ചോദ്യം പോലും ഉന്നയിക്കാൻ പാടില്ലെന്നാണ് എൻ്റെ പക്ഷം. ക്രിസ്മസ് ആഘോഷത്തെക്കുറിച്ച്, ഉത്സവങ്ങളെക്കുറിച്ച് ന്യായപ്രമാണത്തിൽ കുറച്ചൊക്കെ പറയുന്നുണ്ട്. ഇപ്പം പെസഹ ഒരു ഉത്സവം പോലെ കൊണ്ടാടാനായിട്ട് ദൈവം അവരോട് പറയുന്നുണ്ട്. പിതാക്കന്മാരെ വിടുവിച്ച ആ ദിവസം അവർ ആട്ടുംകുട്ടിയൊക്കെ അറുത്ത് നല്ല ഭക്ഷണങ്ങളൊക്കെ വെച്ച് പെസഹ ആചരിക്കുന്ന പതിവുണ്ട്, നമുക്കറിയാം. അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു സംഭവം ഇല്ല. സ്നാനവും കർത്താവിൻ്റെ മേശയും 2 കർമ്മങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെന്നല്ലാതെ മറ്റു ഉത്സവങ്ങളോ മറ്റ് പെരുന്നാളുകളോ ഒന്നും നമുക്കില്ല. ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു ബഹുമാനപ്പെട്ട ടീച്ചറോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, ആണ്ടുകൾ, കാലങ്ങൾ പ്രമാണിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോയി. റെഡ് മിസ്സസ് ആണ് അവർ ഞെട്ടിപ്പോയി.
പാസ്റ്ററെ ഞാനതങ്ങനെ ചുമ്മാ അങ്ങനെ കൊണ്ടാടുന്നതേ ഉള്ളൂ, നിങ്ങൾ പറഞ്ഞ വചനം വളരെ കറക്റ്റാണ്, കൃത്യമാണെന്ന് പുള്ളിക്കാരി ഏറ്റു പറയാനിടയായി. അമാന്യ ടീച്ചർ മരിച്ചുപോയി, കഴിഞ്ഞൊരു 6-7 മാസം മുമ്പ് മരിച്ചു പോയത്. ഈ അപ്പോസ്തല ഉപദേശത്തിൻ്റെ വെളിപ്പാട് കിട്ടാതെയാണ് ഈ ലോകത്ത് നിന്ന് പോയത്. എന്തു ചെയ്യും? ഫെയ്ത്ത് സിറ്റി ചർച്ച് എറണാകുളത്തിലെ ഏറ്റവും വലിയ ചർച്ചുകളിലൊന്നാണ് ഫെയ്ത്ത് സിറ്റി ചർച്ച്. അതിലൊരു മെമ്പറായിരുന്നു. ഈ വലിയ ചർച്ചിലെ മെമ്പറാണെന്ന് വെച്ച് വലിയ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, ഞാൻ ആ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. അപ്പം എനിക്ക് ലഭിച്ച കൃപയുടെ ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷനായി തീർന്നു. അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷനായി തീർന്നു. അപ്പം ഏതൊരു പാസ്റ്ററും കർത്താവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ടാണ് കർത്താവിൻ്റെ ഒരു ശുശ്രൂഷകനായി തീരുന്നത്. അതിന് പൗലൂസാണ് എക്സാമ്പിളായിട്ട് നമുക്ക് നിൽക്കുന്നത്. പത്രോസും പൗലൂസൊക്കെ ഉണ്ട്. എൻ്റെ വചനത്തിൻ്റെ പ്രസംഗം ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും. ഹല്ലേലൂയ. ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവുക, 8-ാം വാക്യത്തിലേക്ക്. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. പൗലൂസ് ഒരു ദൈവവചന ശുശ്രൂഷകനായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. നമുക്കും അത് തന്നെ തന്നിരിക്കുന്നത്. ഇന്നത്തെ പാസ്റ്റർമാർക്ക് അതേ അനുഭവം തന്നെ തന്നിരിക്കുന്നത്. അവർ വേറെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നേ. പൗലൂസ് ചെയ്തത് തന്നെ ഒരു ശുശ്രൂഷകൻ ചെയ്യണം. പത്രോസ് പ്രസംഗിച്ചതുപോലെ, പൗലൂസ് പ്രസംഗിച്ചതുപോലെ, കർത്താവിൻ്റെ ശിഷ്യന്മാർ പ്രസംഗിച്ചതുപോലെ അതേ വ്യവസ്ഥയിൽ, അതേ ഉപദേശം, അതേ രീതിയിൽ തന്നെ ഇന്നുള്ള ശുശ്രൂഷകന്മാരും പ്രസംഗിക്കണം, ശുശ്രൂഷകൾ ചെയ്യണം. ഇല്ലെങ്കിലോ ഒരു പ്രയോജനവും. നിങ്ങൾ എന്നോട് പിണങ്ങരുത്. ഞാൻ ഉള്ളതുപോലെ അങ്ങ് പറയുന്ന ഒരാളായതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കഞ്ഞി കുടിക്കടക്കം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും, വീടുണ്ടാക്കാം, കാറ് മേടിക്കാം, ഈ ലോകത്തിലെ മനുഷ്യൻ ജീവിക്കുന്ന പോലെയൊക്കെ നമുക്ക് ജീവിക്കാം. പക്ഷേ ആത്മീയമായി നമ്മളെ കൊണ്ട് ജനത്തിന് ഒരു പ്രയോജനവും കാണത്തില്ല. ഞാൻ പറയുന്ന എൻ്റെ ആത്മീയ സത്യം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ഞാൻ വളരെ സ്നേഹത്തോടെ ഞാൻ പറയുക, കുറഞ്ഞ പക്ഷം കർത്താവിൻ്റെ വചനത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ, പ്രസംഗിച്ചതുപോലെ ആ വചനത്തിൻ്റെ വെളിപ്പാടുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജനത്തിന് നാം ദൈവവചനം കൊടുക്കുകയും ആത്മീയമായി അവരെ വളർത്തുകയും ദൈവകൃപയിൽ അവരെ നിലനിർത്തി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ജനവും നഷ്ടപ്പെട്ടു പോകും, നമ്മളും നശിച്ചു പോകും എന്നാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാക്യം ഞാൻ ഒന്നുകൂടി വായിക്കാം. 8-ാം വാക്യം. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുക. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന അപ്രമേയ ധനം. ഹല്ലേലൂയ. എന്താണ് അപ്രമേയ ധനം? ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനം. അൺസെർച്ചബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ്. സ്വത്രം. അൺസെർച്ചബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനം. അത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതല്ല. അത് നമുക്ക് അൺസെർച്ചബിൾ. എത്ര സെർച്ച് ചെയ്താലും കിട്ടത്തില്ല. ഒരു മനുഷ്യ ബുദ്ധിക്ക് അത് ചികഞ്ഞെടുക്കാൻ കഴിയാത്തതാ. നമുക്ക് ഈ ഗൂഗിൾ സംവിധാനങ്ങൾ, ഇൻ്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ വന്നപ്പോൾ പല കാര്യങ്ങൾ ഈസി ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാം. നമുക്കൊരു കല്യാണത്തിന് പോകുന്നെങ്കിൽ ഗൂഗിളിൽ അതിൻ്റെ റൂട്ട് പോയപ്പോൾ തയ്യാറായി തന്നാൽ നമുക്ക് പോകാം. എന്നിട്ട് പോലും 2 പോലീസുകാർ പോയി കുളത്തിൽ ചാടി എന്നൊക്കെ പറയുന്നുണ്ട്.
പലർക്കും റൂട്ട് മാപ്പ് തെറ്റിച്ചു വിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളല്ലേ. എന്നാൽ ഈ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ഈ ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനം, ഇവിടെ അങ്ങനെ പറയുന്നത് 8-ാം വാക്യത്തിൽ, ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുക. യേശു ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന അൺസർച്ചബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ്, അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് പാടാ മാനുഷ്യ രീതിയിൽ. അത് ആത്മാവിൽ തന്നെ നമ്മൾ പ്രസംഗിക്കണം. പരിശുദ്ധാത്മാവിൽ ആ വചനങ്ങൾ ഗ്രഹിക്കണം. ആത്മീകന്മാർക്ക് ആത്മീകമായത് നമ്മൾ പകർന്നു കൊടുക്കണം. അത് ദൈവാത്മാവിൽ മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. കൊരിന്ത്യർ ലേഖനം 1-ാം ലേഖനത്തിലെ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം, എന്താണെന്ന് നോക്കാം. വാക്യം ശ്രദ്ധിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ വചനത്തെ എടുത്ത് കോട്ടി പ്രസംഗിക്ക് ഞാൻ കേട്ടിട്ട് ഞാൻ കരഞ്ഞു പോയി. സത്യത്തിൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കാറ്, വീട്, ലോറി, കണ്ടെയ്നർ, ലോകത്തുള്ള മണിമന്ദിരങ്ങൾ, ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ, ഇതൊന്നും നിന്റെ അടുത്തിരിക്കുന്ന സഹോദരൻ അറിയത്തില്ല. അത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക എന്നാ പ്രസംഗം. ഇവിടെ പൗലൂസ് പറയുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി. നിങ്ങൾ വെളിപ്പാട് പുസ്തകം വായിച്ചു നോക്കിയാൽ, ലേഖനങ്ങൾ വായിച്ചു നോക്കിയാൽ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹത്തിൻ്റെ കലവറകൾ അവർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന 1000 ആണ്ട് വാഴ്ച, ദൈവം നമുക്ക് വേണ്ടി സ്വോത്രം സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന രൂപാന്തര ശരീരം, സ്വരൂപിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന രൂപാന്തര ശരീരം. പ്രിയമുള്ളവരെ, നിന്നതാകും ഇതൊരു പ്രത്യക്ഷമല്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. യേശു ക്രിസ്തുവിന് കിട്ടുന്ന രൂപാന്തര ശരീരം, അതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് ആത്മാവിൽ വെളിപ്പെട്ടു എന്നാണ് പൗലോസ് പറയുന്നത്. ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പം ദൈവത്തിലുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് ആരായുന്നു. മനുഷ്യനുള്ളത് അവൻ്റെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യൻ്റെ ആരറിയും. മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളാണ് ഇന്ന് കാണുന്നത്. പ്ലെയിനും ഈ വലിയ വലിയ ബാലിസ്റ്റിക് മിസൈലും മനുഷ്യനെ കൊന്ന് കൊലവിളി നടത്തുന്ന യുദ്ധോപകരണങ്ങളെല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ചതാ. അതിനൊന്നും ദൈവാത്മാവിൻ്റെ യാതൊരു ശക്തിയും വേണ്ട, നിയമങ്ങളൊന്നും വേണ്ട. പരസ്പരം കൊന്ന് കൊലവിളി നടത്തുവാൻ വേണ്ടുന്ന സംവിധാനങ്ങളെല്ലാം മനുഷ്യൻ തന്നെ കണ്ടുപിടിച്ചിരിക്കുക. റൈറ്റ് ബ്രദേഴ്സ് കണ്ടുപിടിച്ച വിമാനത്തിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അവരൊക്കെ ദൈവമക്കളാണ്, പക്ഷെ അത് ദൈവാത്മാവിലുള്ള കണ്ടുപിടുത്തങ്ങളല്ല. സ്തോത്രം, ഹല്ലേലൂയ. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനുള്ളത് അവൻ്റെ മനുഷ്യാത്മാവല്ലേ, മനുഷ്യനിൽ ആരറിയും. ഇപ്പം മനുഷ്യാത്മാവുണ്ട്, ദൈവാത്മാവുണ്ട്, ലോകത്തിൻ്റെ ആത്മാവുണ്ട്, പിശാചിൻ്റെ ആത്മാവുണ്ട്, ഒത്തിരി ആത്മാക്കളുണ്ട്. ദൈവത്തിലുള്ളത് അറിയണമെങ്കിൽ ദൈവാത്മാവിൽ ഗ്രഹിക്കണം. അതാ ഇവിടെ പൗലോസ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കോ എൻ്റെ ആത്മാവിനാൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും, ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ആഴമേറിയ കാര്യങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവാണ് ആരായുന്നത്. മനുഷ്യനുള്ളത് അവൻ്റെ മനുഷ്യാത്മാവ് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ എത്രയെ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉദ്ദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. മനസ്സിലാക്കി? ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനം എന്താണെന്ന് പരിശുദ്ധാത്മാവിലാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അൺസെർച്ചബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്വർഗീയമായ അനുഗ്രഹത്തിൻ്റെ കലവറകൾ. അതിനോടനുബന്ധിച്ച്
എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുക. എഫേസ്യ ലേഖനം 6:2 2-ന്റെ 6-ാം വാക്യം. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനം വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കർത്താവിൻ്റെ കൃപയുടെ അത്യന്തധനം, യേശുക്രിസ്തുവിൻ്റെ കൃപയുടെ അത്യന്തധനം, യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്വർഗീയമായ അനുഗ്രഹത്തിൻ്റെ കലവറകൾ. ഓ, എന്താ ദൈവമക്കളെ ഇത്! സ്തോത്രം, ഹല്ലേലൂയ. കൃപയുടെ അത്യന്തധനം വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തി. സ്വർഗീയമായ അനുഭവത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ ഇരുത്തിയിരിക്കുക. എന്തിനായിരുത്തിയിരിക്കുന്നത്? ക്രിസ്തുയേശുവിൻ്റെ അപ്രമേയ ധനം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്വർഗീയമായ അനുഗ്രഹത്തിൻ്റെ കലവറകൾ അത് പലതുണ്ട്. രൂപാന്തര ശരീരമുണ്ട്, പുതിയ ആകാശം പുതിയ ഭൂമിയുണ്ട്, 1000 ആണ്ട് വാഴ്ചയുണ്ട്, സ്വർഗീയ ശരീരങ്ങൾ നമുക്ക് ലഭിക്കുന്നു, രൂപാന്തര ശരീരം. ഹല്ലേലൂയ. അത് ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ആദാം നഷ്ടപ്പെടുത്തിയത് മുഴുവൻ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് തിരിച്ചു ലഭിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ ആ പകുതി ഭാഗം കഴിഞ്ഞപ്പോൾ ആ ഭാഗം തന്നെയായിരുന്നു പ്രസംഗങ്ങൾ. 5-ാം അധ്യായം ഒന്നുകൂടി കേട്ടാൽ നമുക്കത് മനസ്സിലായ. യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പം എഫേസ്യർ 2:6 കൃപയുടെ അത്യന്തധനം, ദ റിച്ചസ് ഓഫ് ഗ്രേസ്. കൃപയുടെ അത്യന്തധനം എന്ന് പറയുന്നത് ഗ്രേസ്, തേജസ്, കൃപ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപ. ഇനി അടുത്ത റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 23-ഉം 24-ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 23, 24 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവം നിന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരെന്ന് മാത്രമല്ല ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം, ഹല്ലേലൂയ, റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി, തേജസ്, ദൈവ തേജസ്സിൻ്റെ ധനം, കൃപയുടെ ധനം, തേജസ്സിൻ്റെ ധനം, കൃപയുടെ സമൃദ്ധി, തേജസ്സിൻ്റെ സമൃദ്ധി, ഗ്ലോറി, തേജസ്. അവിടെ എഴുതിയിരിക്കുന്നത് റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി, മറ്റത് റിച്ചസ് ഓഫ് ഗ്രേസ്. ഹല്ലേലൂയ. ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഭൂമിയിലെ ചപ്പിനും ചവറിനും വേണ്ടി ഇന്ന് അനേകർ ജനത്തെ പ്രസംഗിച്ച് പ്രബോധിപ്പിച്ച് നിത്യമായ നാശത്തിലേക്ക് കൊണ്ട് തള്ളിക്കളയുമ്പോൾ കർത്താവിൻ്റെ ദാസനായ പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബും യൂദയും അവർ ദൈവവചനം പ്രസംഗിച്ചതും അവർ പ്രബോധിപ്പിച്ചതും അവർ എഴുതി തന്നതും അവർ ലേഖനങ്ങളിലൂടെ നമുക്ക് തന്നതും വാക്കിനാൽ തന്നതുമായ ഉപദേശങ്ങൾ നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സ്വർഗീയമായ അനുഗ്രഹത്തിൻ്റെ കലവറകളെയാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലേക്ക് ഞാൻ വരുന്നു. സമയം എൻ്റെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. 2 കൊരിന്ത്യർ 4:17 വാക്യം ശ്രദ്ധിക്കണേ. നോട് നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. തേജസ്സിൻ്റെ നിത്യഘനം, എറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി, തേജസ്സിൻ്റെ നിത്യഘനം, തേജസ്, ഗ്ലോറി, ഗ്രേസ്, ദൈവകൃപ, കൃപയുടെ സമൃദ്ധി, തേജസ്സിൻ്റെ സമൃദ്ധി. ഇതാണ് പുതിയ നിയമ വിശ്വാസിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്.
എൻ്റെ പൊന്ന് ദൈവമക്കളെ, ഇത് വിട്ടിട്ട് നിങ്ങൾ ചപ്പിൻ്റെയും ചവറിൻ്റെയും പിറകെ പോകല്ലേ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ പൗലൂസ് പറയുന്നത് നിങ്ങൾ കേൾക്ക്. അതാ ഞാൻ എടുത്ത് പറയുന്നത്. പൗലൂസ് അപ്പോസ്തലനും പത്രോസ് യോഹന്നാൻ യാക്കോബ് യൂദയൊക്കെ പറയുന്ന അവർ പറയുന്ന ഉപദേശമാണ് ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു. എനിക്ക് എൻ്റേതായിട്ടൊന്നും പറയാനില്ല. ഇന്ന് പലർക്കും പലതും പറയാനുണ്ട്. ഓരോരുത്തർക്കും കുറേ തത്വജ്ഞാനവും കുറേ ആശയങ്ങളും കുറേ നല്ല കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് ജനത്തിന് ഗുണമല്ല. അത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പഠിച്ച് ആ വചന വ്യവസ്ഥയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പറയുന്ന തത്വജ്ഞാനങ്ങളും ഈ വല്ലവരുമൊക്കെ പറയുന്ന വല്ലതും ഒന്നും ഒരു ഗുണവും ഉണ്ടാകത്തില്ല. അവർക്ക് ആത്മീയമായി അവർക്ക് ഉണരാൻ കഴിയത്തില്ല, ഉയർച്ച പ്രാപിക്കാൻ കഴിയത്തില്ല. എന്നാൽ പൗലൂസിൻ്റെ പ്രബോധനങ്ങൾ, പത്രോസിൻ്റെ പ്രസംഗങ്ങളും പ്രബോധനങ്ങളും നിങ്ങൾ വായിച്ചു പഠിച്ചാൽ, യോഹന്നാൻ യാക്കോബ് യൂദ ആദ്യായവരുടെ പ്രബോധനങ്ങളും ഉപദേശങ്ങളും ദൈവസഭയുടെ ഉപദേശങ്ങളും നിങ്ങൾ വായിച്ചു പഠിച്ചാൽ അതിലൂടെ നമുക്ക് ആത്മീയമായി വളരെ ഉന്നതമായ അനുഭവത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അതാ പറയുന്നത്, ദൈവസഭയുടെ തൂണുകളായ ശുശ്രൂഷകന്മാർ യോഹന്നാൻ യാക്കോബ് പത്രോസ് ദൈവസഭയുടെ തൂണുകളാ, ദ പില്ലേഴ്സ് ഓഫ് ചർച്ച്. അവർ പറയുന്ന ഉപദേശത്തിൽ ആ സഭ നിൽക്കേണ്ടത്. കർത്താവ് യഹൂദന്മാരോട് നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ വാസ്തവത്തിൽ എൻ്റെ ശിഷ്യന്മാർ. ഈ അപ്പോസ്തലന്മാർ പറയുന്നത് മുഴുവൻ കർത്താവിൻ്റെ വചനങ്ങളാ. അവരെ വചനം ഫലമേൽപ്പിച്ചു. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പോസ്തലന്മാരെ നമ്മൾ തള്ളിക്കളഞ്ഞാൽ, അവരുടെ ഉപദേശം നമ്മൾ തള്ളിക്കളഞ്ഞാൽ നമ്മൾ സീറോയാ. പിന്നെ പിശാച് നമ്മളെ ഈ അടക്ക ഈമ്പി വലിക്കുന്ന പോലെ ഈമ്പി വലിച്ചിടും. ഒന്നിനും കൊള്ളരുതാത്ത ഒരു വേസ്റ്റായിട്ട് നമ്മൾ മാറും. ഇന്ന് ആത്മീയ കുളത്തിൽ അങ്ങനെ പലരും മാറിക്കഴിഞ്ഞു, അങ്ങനെ പലരും ആയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്തോത്രം, ഇതാ പൗലൂസ് പറയുന്ന മനോഹരമായ ഉപദേശം. സ്തോത്രം, സ്തോത്രം. 2 കൊരിന്ത്യർ 4 അധ്യായത്തിൻ്റെ 17 വാക്യത്തിൽ, നമ്മുടെ നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല കാണാത്തതിനെ എത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഈ തേജസ്സിൻ്റെ നിത്യഘനം ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിപ്പോൾ കാണാൻ പറ്റത്തില്ല. അത് കർത്താവിൻ്റെ വരവിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരു ആത്മീയ അനുഭവമാണ്. അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ലോകത്തിൽ കാണുന്നതിൻ്റെ പിറകെ ഇന്ന് ലോകം പൊയ്ക്കൊണ്ടിരിക്കുക. കാണാത്തതായ ദൈവകൃപയും ദൈവ തേജസ്സും കൃപയുടെ അത്യന്തധനവും ആ തേജസ്സിൻ്റെ നിത്യഘനവും അപ്പോസ്തലന്മാർ ഉപദേശത്തിലൂടെ നമുക്കെടുത്ത് തരുന്നുണ്ട്. ആ പ്രബോധനങ്ങൾ തരുന്നുണ്ട്. അത് കേട്ട് പഠിച്ച് ആ ഉന്നതമായ അനുഭവം പ്രാപിപ്പാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടി പറയാം. കൊലോസ്യ ലേഖനം 1 അധ്യായത്തിൻ്റെ 27 വാക്യം, റിച്ചസ് ഓഫ് ദ ഗ്ലോറി, മഹിമാധനം. കൊലോസ്യ ലേഖനം അതോടെ വായിച്ചോട്ട് ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. കൊലോസ്യ ലേഖനം 1 അധ്യായത്തിൻ്റെ 27 വാക്യം. ഹല്ലേലൂയ. അത് 26, 27 കൂടി വായിക്കാം. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവിടെ ഒരു മർമ്മം വെളിപ്പെടുന്ന കാര്യം അവിടെ പറയുന്നത്. 9 മർമ്മങ്ങളെക്കുറിച്ച് അപ്പോസ്തലന്മാർ പറയുന്നുണ്ട്. അത് 9 കൂടി ചേർത്ത് ഞാനൊരു മെസ്സേജ് ചെയ്യുന്നുണ്ട്. അതിപ്പോഴല്ല, പിന്നീട് സമയം പോലെ, ആത്മനിയോഗം വരുന്ന പോലെ. ഇപ്പം നമ്മൾ ചില മർമ്മങ്ങളെക്കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. 9 മർമ്മങ്ങളെക്കുറിച്ച് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്, പൗലോസ് മാത്രം. പിന്നെ മറ്റു മർമ്മങ്ങളൊക്കെ കുറേ വേറെ. ആ 9 മർമ്മങ്ങൾ നമ്മൾ പഠിച്ചാൽ നമ്മൾ തുള്ളിച്ചാടും കിടന്ന്. അത് വചനത്തിൽ മറഞ്ഞു കിടക്കുന്ന വിഷയങ്ങളാണ്. അതൊന്നും പഠിപ്പിക്കാൻ ഇവിടെ ആളില്ല. കണ്ട ചപ്പും ചവറും തീറ്റിക്കാനേ ആളുള്ളൂ ഇവിടെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പൗലൂസിൻ്റെ ഉപദേശം കേട്ട് പഠിച്ചോ, പത്രോസിൻ്റെ പഠിച്ചോ, യോഹന്നാൻ്റെ, യാക്കോബിൻ്റെ, യൂദയുടെ അവരുടെ ഉപദേശങ്ങൾ കേട്ട് പഠിച്ചോ. അവരാണ് ദൈവസഭയുടെ ഗ്രഹവിചാരകന്മാർ, ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാർ. 1 കൊരിന്ത്യർ 4:1. ഞങ്ങൾ ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരാ. അവരാണ് ദൈവത്തിൻ്റെ മർമ്മം എന്താണെന്ന് നമ്മോട് പറയുന്നത്. അത് നമ്മൾ കേട്ട് പഠിക്കണം. ഇവിടെ കൊലോസ്യർ 1:26-27
അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിനിഷ്ടമായി. എന്താണ് ആ മർമ്മം? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. ഓ, എന്തുവായത്! മഹിമാധനം, റിച്ചസ് ഓഫ് ഗ്ലോറി. ഈ മർമ്മത്തിൻ്റെ മഹിമാധനം അതെന്താണ്? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഒരു പുതിയ നിയമവിശ്വാസിയിലുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം പഠിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി. അവരിലത് കണ്ടു. കൊരിന്ത്യർ ലേഖനത്തിൽ കൊരിന്ത്യരിൽ ക്രിസ്തുവിൻ്റെ പത്രമായി കണ്ടു, ക്രിസ്തുവിനെ കണ്ടു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു അവരിൽ കണ്ടു. ഇന്നത്തെ സഭകളിൽ ഏത് വിശ്വാസികളെ ക്രിസ്തുവിനെ കാണുന്നത്? ഞാൻ അതിനുവേണ്ടി എൻ്റെ ഉപദേശവും പഠിപ്പിക്കലും എൻ്റെ ശ്രമവും മുഴുവൻ. നമ്മളിൽ ക്രിസ്തുവിനെ കാണണം. കർത്താവ് വെളിച്ചമായി ലോകത്തിൽ വന്നു, തൻ്റെ ശുശ്രൂഷ തികച്ചു പോയി. കർത്താവ് പോയപ്പോൾ വെളിച്ചം പോയി. ഇനി ഭൂമിയിൽ വെളിച്ചമായി ശോഭിക്കേണ്ടത് പുതിയ നിയമ വിശ്വാസിയായ ഞാനും നീയും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഞാനും ആ വെളിച്ചമായി നിൽക്കേണ്ടത്. അർത്ഥം സഭയാണ് വെളിച്ചമായിട്ട് നിൽക്കേണ്ടത്. ഇന്നങ്ങനെയാണോ നിൽക്കുന്നേ? അല്ലല്ലോ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയൊരു വഴി പ്രശ്നം, ഒരു വാഹനത്തിൻ്റെ എന്തോ ഒരു പോക്കിൽ എന്തോ ഒരു പ്രയാസം ഉണ്ടായി. ഒരു പാസ്റ്റർ പോലും ആ വാഹനം ഓടിച്ചത്. മറ്റ് 2 പേര് ബൈക്കോ കാറോ തൊട്ടോ ആയിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരം ഉണ്ടായി. പാസ്റ്റർ മോനും കൂടി വിശ്വാസികളെ തല്ലി. വെളിച്ചമായിരിക്കേണ്ടവരെന്ത് ചെയ്തു? ഇരുട്ടി കിടക്കുന്നവരെ പിടിച്ച് തല്ലി. അപ്പം നമ്മൾ വെളിച്ചമാണോ ഇരുട്ടാണോ? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അത് പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണെന്ന് ഓർത്തോണം. ഏറ്റവും വലിയ പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായ ഒരു സാരഥിയാണെന്ന് ഓർത്തോണം. ഒരു ഹിന്ദു സഹോദരനെയും ഒരു മുസൽമാൻ സഹോദരനെ തല്ലി അതിപ്പോൾ കേസാക്കിയിട്ടുണ്ട്. ആ കേസിനെ പണം കൊണ്ട് മൂടാൻ നമ്മൾ മിടുക്കന്മാരുവാ. ഏത് കേസും പണം കൊണ്ടും രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും നമുക്ക് തേച്ചു മാച്ച് കളയാം. പക്ഷേ സ്വർഗത്തിലെ ദൈവം ഒരു FIR ഇട്ടാൽ അത് മായ്ച്ചു കളയാൻ ആരുമില്ലെന്ന് ഓർത്തോണം കേട്ടോ. അതാർക്കും മായ്ക്കാൻ പറ്റത്തില്ല. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ. സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ മർമ്മത്തിൻ്റെ മഹിമാധനം അതെന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. പുതിയ നിയമവിശ്വാസിയെ നമ്മളിൽ ക്രിസ്തു വസിക്കണം. ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, അവൻ്റെ ദിവ്യ സ്വഭാവം നമുക്കുണ്ടാകണം. അതിന് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം ഇടതടയില്ലാതെ സഭകളെ പഠിപ്പിച്ച് ആ ശ്രേഷ്ഠമേറിയ ആത്മീയ അനുഭവത്തിലേക്ക് നടത്തണം. അല്ലെങ്കിൽ ഒരു ഗുണവുമില്ല, ഒരു വിശേഷവുമില്ല. അതുകൊണ്ടാണ് അപ്പോസ്തല ഉപദേശത്തിൻ്റെ പ്രസക്തി സഭയിൽ എത്ര ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇനി ഞാൻ ലേഖനത്തിലേക്ക് മടങ്ങി വരട്ടെ. വേഗത്തിൽ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനം, മഹിമാധനം, കൃപയുടെ അത്യന്തധനം, തേജസ്സിൻ്റെ നിത്യഘനം. ഹല്ലേലൂയ. ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ചെറിയ തോതിൽ. തേജസ്സിൻ്റെ നിത്യഘനം, തേജസ്സിൻ്റെ നിത്യധനം, അത് റോമാലേഖനം 9:21-24. 2 കൊരിന്ത്യർ 4:10 തേജസ്സിൻ്റെ നിത്യഘനം, എറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി. മറ്റേ റിച്ചസ് ഓഫ് ഗ്ലോറി, റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി. മറ്റേ എറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി, തേജസ്സിൻ്റെ നിത്യഘനം. എഫേസർ 2:6 കൃപയുടെ അത്യന്തധനം, റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ്. എഫേസർ 3:8 ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനം, അൺസർച്ചബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ്. കൊലോസർ 1:27 മഹിമാധനം, റിച്ചസ് ഓഫ് ദി ഗ്ലോറി. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ചാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ദൈവമക്കളെ ഈ വചനം പ്രസംഗിച്ച് ആത്മീയമായ ഉന്നതമായ അനുഭവത്തിലേക്ക് അവരെ നടത്തിക്കൊണ്ടിരുന്നു. അതാണ് നമ്മളും ചെയ്യേണ്ടത്. നിർഭാഗ്യവശാൽ അതൊക്കെ വിട്ട് റൂട്ട് മാറിപ്പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളെ ദൈവനം പഠിപ്പിച്ച ദേവദാസൻ എഴുതിയൊരു പുസ്തകത്തിൽ ഇങ്ങനെയുണ്ട്. ആ പുസ്തകം ഞാൻ പ്രിൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അതിൻ്റെ കോപ്പികൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്.
നിങ്ങൾ ആവശ്യമുള്ളവർ പറഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് അയച്ചു തരുമോ, കൊറിയറിൽ അയച്ചു തരുമോ, എന്താണെന്ന് ചോദിച്ചാൽ ചെയ്യാം. അല്ല, ഞാനിവിടെ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്, അതിനുവേണ്ടി നിങ്ങളെല്ലാവരെയും വിളിക്കുമ്പോൾ നിങ്ങൾ വന്നത് അറ്റൻഡ് ചെയ്യുക, പുസ്തകങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യണം. ഞാൻ അതിനു മുമ്പ് എടുത്തു വെക്കാമെന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുക. ദൈവസഭയുടെ നവീകരണത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദൈവസഭയും നവീകരണവും. അതിൻ്റെ ഒരു പേജിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദൈവസഭ അതിൻ്റെ പാത വിട്ട് അബദ്ധസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. സഭ അതിൻ്റെ പാത വിട്ട് പോയിക്കൊണ്ടിരിക്കുക. ട്രെയിൻ അതിന് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ട്രാക്കിലൂടെ ഓടാതെ വേറെ വല്ലയിടത്തും കൂടി ഓടിയാൽ എന്തായിരിക്കും സ്ഥിതി? അപകടകരമായ അവസ്ഥയിലൂടെ സഭ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. സഭയുടെ ലക്ഷ്യം മാറിപ്പോയി. സഭയെ നടത്തുന്നവർ തന്നെ തെറ്റിച്ചുകൊണ്ടിരിക്കുക. ദുരുപദേഷ്ടക്കന്മാരും കള്ളപ്രവാചകന്മാരുടെ തേർവാഴ്ചയാണ് സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിണതഫലം വിശ്വാസികളെല്ലാം ആത്മീയമായി കുഴഞ്ഞു കിടക്കുക. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ മത്തായിയുടെ സുവിശേഷം ആണെന്ന് തോന്നുന്നു, ഞാനത് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യമാണെന്ന് എൻ്റെ ഓർമ്മ. 36, 37, 38. അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആളുകളെപ്പോലെ കുഴഞ്ചവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. അപ്പോൾ പുരുഷാരത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇടയനില്ലാത്ത ആളുകൾ. ഇടയന്മാരില്ലേ? ശാസ്ത്രിമാരും പരീശന്മാരും ഇല്ലേ? മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം, മോശയുടെ പീഠത്തിലിരിക്കുന്ന ശാസ്ത്രിമാരും പരീശന്മാരും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാവരും വായിച്ചു പഠിച്ചോണേ. മത്തായി 21 വായിച്ചു പഠിക്കണേ. ന്യായപ്രമാണം പഠിപ്പിക്കേണ്ട ശാസ്ത്രിമാരും പരീശന്മാരും ചെയ്യുന്ന കൊള്ളരുതായ്മകൾ അവിടെ കിടപ്പുണ്ട്. ഒരുത്തനെ കടലും കരയും കടന്ന് മതത്തിൽ ചേർത്തിട്ട് ഇരട്ടിച്ച നരകത്തിൽ യോഗ്യനാക്കി തീർക്കുന്ന പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും ഏകദേശം അതേ കോലത്തിൽ ആയി കഴിഞ്ഞു കാര്യങ്ങൾ. സസൂക്ഷ്മം പഠിച്ചാൽ അതേപോലെ ആയി ഇന്നും. ഞാനത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം.